ഇപ്പോഴും ഫ്ലാറ്റിൽ പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ ഈ ഫ്ലാറ്റ് സമുച്ചയം ഉൾപ്പെടുന്ന ഡിവിഷൻ്റെ കൗൺസിലർ അഞ്ജന ടീച്ചർ നമുക്കിപ്പം ചേരുന്നു. ഇത് എന്താണ് ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുകയാണല്ലോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇത് 8:15 ശേഷം നടന്നിരിക്കുന്ന സംഭവം എന്നുള്ള ഫുട്ടേജിൽ നിന്ന് മനസ്സിലായത് പ്രകാരം ഫ്ലാറ്റിൽ ഇങ്ങനെ ഗർഭിണി ഉണ്ടോ എന്നുള്ളത് ആശാ വർക്കർമാരോട് ചോദിക്കുമ്പോൾ അവർക്ക് യാതൊരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല. അതായത് ഫ്ലാറ്റിൽ ഇങ്ങനെ ഒരു ഗർഭിണി ഇല്ല, ഗർഭിണി ഇല്ല എന്നുള്ളതാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരവും. നമ്മൾ ഇവിടെയുള്ള കെയർടേക്കേഴ്സിനോടും അസോസിയേഷൻ ഭാരവാഹികളോടും ചോദിക്കുമ്പോഴും ഒരു ഗർഭിണി ഉള്ളതായിട്ട് അവർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒളിച്ചു താമസിച്ചതോ വല്ലതും ആകാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് തന്നെയാണ് പ്രസവം നടന്നിരിക്കുന്നതെന്നുള്ള ഒരു നിഗമനം ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ഈ കുട്ടീനെ താഴേക്ക് ഒരു പാക്കറ്റ് വന്ന് വീഴുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതായത് അതിനെ ഉപേക്ഷിക്കുന്ന രീതിയിലാണ്, അപ്പോൾ കൊല്ലുന്ന എന്നുള്ള രീതിയിൽ തന്നെ വന്നിരിക്കുന്നു. ഇപ്പോൾ പോലീസിന് കിട്ടിക്കുന്ന വിവരം അനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കാം പ്രസവം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് ആരുടെ അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഇവിടെ തന്നെ ഇപ്പോൾ അവരുണ്ടോ, അല്ലെങ്കിൽ അവർ ഇവിടെ നിന്ന് പോയി കളഞ്ഞോ, അങ്ങനെ എന്തെങ്കിലും സംബന്ധിച്ച് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ആളുകൾ അവിടെ ഫ്ലാറ്റിലുണ്ട് എന്നുള്ളതാണ് പോലീസ് തന്നിരിക്കുന്ന വിവരം. അതായത് ഈ ആരുടെയാണോ കുഞ്ഞ് അവർ അവിടെ ഉണ്ട്. അതായത് ഇപ്പോൾ ഇവർ ഫ്ലാറ്റ് മൊത്തം നമ്മൾ പരിശോധന നടത്തി. അത്തരത്തിൽ എല്ലാ ഫ്ലാറ്റിലും പരിശോധന നടത്തിയപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നിന്നും മാത്രം ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് പ്രകാരം പോലീസിന് വന്നിരിക്കുന്നത് ആ ഫ്ലാറ്റിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഫ്ലാറ്റിൽ ആരെങ്കിലും ഉണ്ടോ? അവിടെ താമസക്കാരുണ്ട്. എത്ര പേരുണ്ട്? ഏകദേശം ഒരു അമ്മയടക്കമുള്ളവർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് സംബന്ധിച്ച് ഇല്ല, ഇതുവരെയും പൂർണ്ണ വിവരങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പോൾ അവർ പരിശോധന നടത്തി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ ഒരു അമ്മയുണ്ട്, പ്രായമായ ഒരു അമ്മയടക്കം ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അമ്മയും സ്ത്രീ ഉണ്ടോ? ഉണ്ട്, ഏതൊരു പുരുഷനും സ്ത്രീയും ഉണ്ട് എന്നുള്ളതാണ്. പുരുഷൻ, സ്ത്രീ, അമ്മ 3 പേര് ആ ഫ്ലാറ്റിലുണ്ട്. ആ ഫ്ലാറ്റിൽ ബ്ലഡ് സ്റ്റെയിനും കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ബാത്റൂമിൽ ബ്ലഡ് സ്റ്റെയിൻ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയിരിക്കും. അത് പോലീസ് അവിടെ ആ ഫ്ലാറ്റിലുണ്ട്. പോലീസ് അവരെ ചോദ്യം ചെയ്യാണ്.